കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെയാണ് പ്രതികരണം. ആക്രമണം പോലീസിൽ അറിയിച്ചതാണോ തെറ്റെന്ന് അതിജീവിത ചോദിക്കുന്നു. റോഷി അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇതിപ്പോൾ രണ്ടാം പ്രതി മാർട്ടിൻ ഒരു വീഡിയോയുമായിട്ട് വന്നു. ഇപ്പോൾ അവരെല്ലാവരും അകത്താണ്. അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോ ആണ്. ആ വീഡിയോയുമായിട്ട് വന്നു. ആ വീഡിയോ 18 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആ 18 മിനിറ്റിൻ്റെ വീഡിയോയിൽ ആ വീഡിയോ മാർട്ടിൻ രണ്ടാം പ്രതി മാർട്ടിൻ മാർട്ടിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കറക്റ്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അത് കറക്റ്റ് സ്ക്രിപ്റ്റ്, കാരണം നോക്കി നമ്മൾ വായിക്കുന്നത് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി വായിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ഓപ്പണായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നോക്കി വായിച്ച് കാണാതെ പഠിക്കുന്ന പോലെയല്ല. ഇതൊരു സംഭവം അവൻ ലൈവിലുള്ള വേറൊരാൾ പറഞ്ഞതുമല്ല. ലൈവിൽ അവൻ ഉണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ പറയുമ്പോൾ അത് എത്രയായാലും അത് കറക്റ്റായിട്ട് ഓർമ്മയോടെ അവന് പറയാം. ആ പറയുന്നതിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് നോക്കി വായിച്ചതാണ് ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതാണെന്ന്. എന്നിട്ടും എന്തിനാണ് ആ കാര്യത്തിനെ എടുത്തിട്ട് അലക്കി വീഡിയോ ചെയ്തിട്ട് പണി മേടിക്കുന്നത് എന്നാണ് ഈ വീഡിയോ ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുള്ളൂ. അത് മുട്ടം പണിയാണ് നിങ്ങൾക്ക്. എന്തായാലും അതിജീവിതയിലെ പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം. അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അതാണ് തെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റ് അതാണ്. അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാൻ ആണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. അതായത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഒരുപാട് പേര് പറയുന്നത് എന്താ, ഒന്നാം പ്രതി പൾസർ സുനി ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. അത് ആര് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് പോലീസും കോടതിയാണ്. കോടതി ദിലീപിനെ വെറുതെ വിട്ടു. അതവിടെ ചാപ്റ്റർ കഴിഞ്ഞു, ക്ലോസായി. ഇനി ദിലീപ് നിയമ നടപടിക്ക് പോയിട്ട് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് തെളിയിക്കേണ്ട കടമ ദിലീപിൻ്റെയാണ്. ദിലീപിനത് തെളിയിച്ചോളും. മീഡിയക്കാർ ഈ കാര്യങ്ങൾ വിട്ടു. കാരണം ദിലീപിനെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടതും അതിനുശേഷം വിധിപ്പകർപ്പ് വന്നപ്പോൾ അതെല്ലാം ദിലീപിന് അനുകൂലമാണ്, ദിലീപേട്ടന് അനുകൂലമാണെന്ന് പറഞ്ഞപ്പോൾ മീഡിയക്കാർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി അവരുടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിക്ക് കൊടുക്കും. അവരത് മുന്നോട്ട് കൊണ്ടുപോകും. അതല്ല, ഇനി കോമ്പൻസേഷന് വേണമെന്ന് പറഞ്ഞ് ദിലീപിന് കൊടുക്കുക. ദിലീപേട്ടൻ ചെയ്യാൻ പറ്റുന്നത് ദിലീപേട്ടൻ ചെയ്യട്ടെ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ പണി മേടിച്ച് കൂട്ടുന്നത്? ഒരാളും കൂടെ വരില്ല കേട്ടോ പണി. ഇപ്പോൾ രാഹുൽ ഈശ്വർ അകത്ത് കിടന്നില്ലേ 16 ദിവസം? ആ ലെവലിലേക്കാണ് പോകുന്നത്. മാർട്ടിൻ്റെ ആ വീഡിയോ 18 മിനിറ്റ് വീഡിയോ ഞാൻ കണ്ടതാണ്. വളരെ സ്ക്രിപ്റ്റഡ് ആണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിലാണ് ആ കാര്യം അത് പറയുന്നത്. കാരണം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം സിനിമ നിങ്ങൾക്ക് കാണാതിരിക്കും. അതിൽ ലാലേട്ടൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് തെറ്റാതെ ഇരുന്നു? അതിനടുത്ത ദിവസം അവർ അതേപോലുള്ള യാത്രകളെല്ലാം ചെയ്തിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർക്ക് തെറ്റിയില്ല. അതേപോലെ ഇവൻ ആ മാർട്ടിൻ എന്ന പരനാറി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവന് തെറ്റാതെ പറയാൻ പറ്റും. എങ്ങനെയെന്ന അവൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അവന് തെറ്റാതെ പറയാൻ പറ്റും. തെറ്റിയാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായി തെറ്റിപ്പോകുന്നല്ലാതെ ഫുള്ളായിട്ട് തെറ്റില്ല. അപ്പോൾ അവൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇടത് ഭാഗത്തേക്കോ വലത് ഭാഗത്തേക്ക് നോക്കി വായിക്കുന്ന പോലെ നമുക്ക് അറിയുന്നുണ്ട് ആ 18 മിനിറ്റ് വീഡിയോയിൽ. പിന്നെ ഇതിനു മുൻപ് നമ്മുടെ ശ്രീജിത്ത് പെരുമന കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, 1 വർഷമോ 2 വർഷമോ ആയിട്ടുണ്ട്. ഈ ന്യൂസ് കുറേ കാലം അതുകൊണ്ട് വ്യക്തമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ ന്യൂസ് 18 ചാനലിലെ അപർണയോടാണെന്ന് തോന്നുന്നു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതിന് പൾസർ സുനിയല്ല, ഈ പ്രതികളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വീഡിയോ എൻ്റെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലീസുകാർ ചെയ്യേണ്ടത് അവനെ, ആ ശ്രീജിത്ത് പെരുമനെ ആദ്യം പിടിച്ചിട്ട്
എവിടെ നിന്നാ കിട്ടി, എന്താ കിട്ടി. കാരണം ഇത് ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കുന്നത്, ഒരു കൂടെ ഒരാളുണ്ട്, ഷൂട്ട് ചെയ്തതാണ്, ക്യാമറ വെച്ചിട്ടല്ല, അത് ഇളകുന്നുണ്ട്. പിന്നെ ഒരാൾ സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ്, എങ്ങനെ പോസ്റ്റ് ചെയ്തു, എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ചെയ്തതല്ല എന്തായാലും. കാരണം ഒരു വർഷം മുൻപ് ശ്രീജിത്ത് പെരുമാൻ അത് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി, ഗൂഢാലോചനയുണ്ട്, ദിലീപിനെതിരെ ഗൂഢാലോചന എന്ന്. അത് സത്യമാണെങ്കിൽ അത് പുറത്ത് വരട്ടെ. ഒന്നാം പ്രതി മാത്രം പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, രണ്ടാം പ്രതി പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസും ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒന്നാം പ്രതി പറഞ്ഞത് കാരണം ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിൽ തമ്മാടിത്തരം കാണിച്ചിട്ട് ഒളി ക്യാമറയിൽ പൾസർ അത്രയും മണ്ടനാണോ, ഓപ്പൺ പ്ലേസിൽ നിന്നിട്ട് ഒളി ക്യാമറയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കുറേ കേൾപ്പിച്ചു പറയുന്നത്. അതൊക്കെ ഒളി ക്യാമറയൊന്നും അല്ലല്ലോ, അത് ഓപ്പൺ ആയിട്ടുള്ള ക്യാമറകൾ നമുക്ക് കണ്ടവർക്കും കേട്ടവർക്കും എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ദിലീപിനെ പൂട്ടാൻ വേണ്ടി ഇവരെല്ലാം നോക്കി. അപ്പോൾ ആളുകൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തെത്തിയപ്പോൾ വിധി പകർപ്പിൽ നോക്കുമ്പോൾ ഒരു കടുകുമണിൻ്റെ തെളിവ് പോലും ദിലീപിനെ അകത്താക്കാനുള്ളത് ഇല്ലാത്തതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. ഏതിലുമില്ല, ആബാദ് പ്ലാസിലാണെങ്കിലും ശരിയില്ല, ജോർജ് ചേട്ടൻ പോരത്തിൻ്റെ സെറ്റിൽ വന്നതിൻ്റെ ഇല്ല, പിന്നെ സൗണ്ട് താമയുടെ സെറ്റിലുള്ള സംഭവത്തിനില്ല, അങ്ങനെ ഏതിനും ഇല്ല, തെളിവുകളേ ഇല്ല. അപ്പോൾ എങ്ങനെ പിടിച്ചകത്തിടും എന്ന് പറഞ്ഞു കുറ്റവിമുക്തനാക്കി. അപ്പോൾ ഇവർക്ക് സിനിമയടക്കം ബഹിഷ്കരിക്കാൻ നോക്കി. സിനിമ ബഹിഷ്കരിക്കാൻ നോക്കിയപ്പോൾ ആ ദിവസം, ഇന്നലെ ഇറങ്ങിയ ദിവസം ഫുൾ തിരക്ക്, ഫുള്ള് പടം ഫ്ലോപ്പോ ഇതില്ല. ഇവർ മിണ്ടാതിരുന്നാലും ചിലപ്പോൾ ഇത്ര കളക്ഷൻ കിട്ടില്ലായിരുന്നു. മിണ്ടാതിരുന്നതാണെങ്കിൽ മിണ്ടാതിരുന്നാണെങ്കിൽ ഇത്ര കളക്ഷൻ കിട്ടില്ല. ഇവർ പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് പടത്തിനും കയറി. അപ്പോൾ ഇവർക്ക് ദിലീപിനെതിരെ അവൾക്കൊപ്പം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവനെതിരെ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ട് കൊടുത്തിട്ട് അകത്താക്കിക്കോട്ടെ. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നതല്ല, മാർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് വന്നാൽ കൂട്ടത്തോടെ എല്ലാവരും മൂഞ്ചി തെറ്റി അകത്തോട്ട് പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് അവിടെ ഒരു പീഡനം നടന്നിട്ടില്ല എന്നാണ് മാർട്ടിൻ പറയുന്നതെങ്കിൽ അത് പീഡനം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ചുമ്മാ ഒരാൾ പീഡനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് 20 വർഷം കൊടുത്തതല്ല, ഫോറൻസിക് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കൊടുത്തത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടല്ലേ പിന്നെ ഇത് ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായത്. അല്ലാതെ ഒരു പെണ്ണ് പോയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടല്ല അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പീഡനം നടന്നിട്ടുണ്ട്. ഗൂഢാലോചന നടന്നോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഗൂഢാലോചന ഒരിക്കലും പീഡിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന കൊടുത്തു എന്ന് ഞാൻ ഇപ്പോഴും വേറെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും വിശ്വസിക്കില്ല. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ക്രൂരനായിരിക്കണം. ഒന്നാമത് ഭയങ്കരമായൊരു ദൈവവിശ്വാസിയാണ് ദിലീപ്. അതുകൊണ്ട് അങ്ങനെ ആരെയും പേടിച്ചില്ലെങ്കിലും സാക്ഷാൽ ദൈവത്തിനെങ്കിലും ആൾ പേടിക്കും. ഇതൊക്കെ ഒരു ലോജിക്കാണോ നിങ്ങൾ ചിന്തിക്കായിരിക്കും, ദൈവത്തിനെ വിശ്വസിച്ചിട്ടെന്നൊക്കെ. ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് ആ ഒരു പരിപാടി ചെയ്യില്ലെന്ന്. അതിനായിട്ട് ഓക്കെ വന്നു, ഫൈൻ, സന്തോഷം, അത് കുറ്റവിമുക്തനായി. പക്ഷേ ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപ് പറയുമ്പോഴും, ഗൂഢാലോചനയുണ്ടെന്ന് അതിജീവിത പറയുമ്പോഴും, ഗൂഢാലോചനയുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോഴും, ഗൂഢാലോചനയുണ്ടെന്ന് സകല ആളുകൾ പറയുമ്പോഴും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അത് ആർക്കാണോ അവർക്കുണ്ട്. ദിലീപിന് മെയിനായിട്ടുണ്ട്. തിരിച്ച് കേസ് കൊടുക്കുകയാണെങ്കിൽ അത് കേസ് കൊടുത്ത് പറയണം. പിന്നെ ദിലീപായിട്ട് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരോട്, അതായത് ദിലീപായിട്ട് സ്നേഹിക്കുന്നവരാരും അവർക്കെതിരെയോ അവൾക്കെതിരെയോ അവളുടെ സപ്പോർട്ടേഴ്സിനെതിരെയോ ഒരു പോസ്റ്റ് പോലും ഇടരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്താലും എനിക്കാ ബാധിക്കുക എന്നൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ അതിജീവിത പോസ്റ്റ് ഇട്ട പോലെ ഇട്ടില്ലെങ്കിൽ ഈ ആളുകൾ ഇഷ്ടം കുറഞ്ഞു വരും കേട്ടോ. അത് ഇല്ലെന്ന് പറയുന്നില്ല, അതൊക്കെ ചുമ്മാ പറയാം. ഇല്ലാതെ പണവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ ആളുകൾക്ക് ഇഷ്ടം കുറഞ്ഞു വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ആക്രമിച്ചാൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ദിലീപേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്? ഈ മീഡിയക്കാർ എല്ലാവരും കൂടി ആക്രമിച്ചത് കൊണ്ടും ഇപ്പോൾ എല്ലാവർക്കും ഈ കുറ്റവിമുക്തനാക്കിയ ശേഷം വീണ്ടും ദിലീപിനെതിരെ ദിലീപേട്ടനെതിരെ പറയുന്നത് കൊണ്ടും പിന്നെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പോലും തിയേറ്ററിൽ കാണാൻ പോകരുത് എന്ന് പറയുക, ബസ്സിൽ സിനിമ കാണുമ്പോൾ അതിനെ എതിർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ദിലീപിന് സപ്പോർട്ടേഴ്സ് കൂടിയത്. അത് ഇറങ്ങാൻ വലിയ താമസമില്ല. അതുകൊണ്ട് ഇത് ദിലീപ് തന്നെ മുൻപന്തിയിൽ നിന്ന് ഇത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അതിജീവിതയെന്നും നമ്മൾ ഉപദ്രവിക്കുന്നതോ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നതൊക്കെ തെമ്മാടിത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ്. അപ്പോൾ
അതെല്ലാവരും ശ്രദ്ധിച്ചാൽ ദിലീപേട്ടനെ ശ്രദ്ധിച്ചാൽ ദിലീപേട്ടന് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും മൂഞ്ചി തെറ്റി അകത്തോട്ട് വീണ്ടും പോകും. അത്രയേ ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോകും. ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ സിനിമ കണ്ടതൊന്നും കണക്കാക്കണ്ട. അതൊക്കെ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹിഷ്കരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരു പറ്റം ആളുകളുണ്ട്. അങ്ങനെ പോയതാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ.